യാതൊരു മഹത്വവുമില്ലാത്ത, ഇടയ്ക്ക് വിശക്കുന്ന, ഇല്ലേ, ഉറങ്ങാൻ സ്ഥലമില്ലാത്ത, ഇടയ്ക്ക് യേശുവിന് വിശന്നു, ഇല്ലേ, വിശക്കുകയും മറ്റുള്ള അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. പല സമയത്തും അത് നോക്കിയിട്ട് ഇവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യുക്തിയിൽ അസാധ്യമാണ്. ആ യുക്തി പരാജയപ്പെടുന്നിടത്താണ് ദൈവം എന്ത് ചെയ്യുന്നത്? വെളിപ്പാട് നൽകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജഡരക്തങ്ങളല്ല, അഥവാ മാനുഷിക ബുദ്ധിയല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, ജഡരക്തങ്ങളല്ല, പ്രത്യുത സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകുന്നതാണ്? വെളിപ്പാടിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് ചരിത്രം പഠിച്ചിട്ടുണ്ടാകുന്നതല്ല. വേദപുസ്തകം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത് പോലുമല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ ചരിത്രത്തിലെ യേശുവിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഒരാൾക്ക് ഫെയ്ത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ വേദപുസ്തക ചരിത്രം അല്ലെങ്കിൽ എത്രയോ ആവർത്തി വായിച്ചിട്ടുള്ള സാഹിത്യകാരന്മാർ നമുക്കുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ന്യൂ ടെസ്റ്റമെന്റ് വായിച്ചിട്ടുള്ള എത്രയോ ഫിലോസഫേഴ്സ് നമുക്കുണ്ട്. അവരിലുള്ളത് എന്താണ്? ബിലീഫാണ്. അവരിലുള്ളത് ഫെയ്ത്ത് അല്ല. ഫെയ്ത്ത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ്. എന്താണ് ഈ ഫെയ്ത്ത് കൊണ്ട് അങ്ങനെ ഒരു ഫെയ്ത്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പര്യാപ്തമായത്. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ തന്നെ പറയുന്നത്, അതിനാലല്ലോ, രണ്ടാമത്തെ വാക്യത്തിൽ, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, അതിനാലാണ് ദൈവം അവർക്ക് അപ്രൂവൽ കൊടുത്തത്. ഈ വിശ്വാസത്താൽ, അതായത് നോർമലായിട്ടുള്ള ചരിത്രപരമായ വിശ്വാസം കൊണ്ടല്ല, പ്രത്യുത വെളിപ്പാടിനാൽ ലഭിക്കുന്ന വിശ്വാസം കൊണ്ടാണ് അവർക്ക് അപ്രൂവൽ കിട്ടിയത്. ഫോർ ബൈ ഇറ്റ് ദേ റിസീവ്ഡ് അപ്രൂവൽ. സാക്ഷ്യം പ്രാപിച്ചതെന്ന് പറയുന്ന വാക്കിനേക്കാൾ അർത്ഥസമ്പുഷ്ടമായ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്രൂവൽ. അപ്രൂവൽ എന്ന് പറയുന്നത് വേറൊരു കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര പതിപ്പിച്ചതെന്ന് പറയാം. മുദ്ര പതിപ്പിച്ചത്. നമ്മളൊരു പേപ്പറിൽ ഒരു ആധാരം എഴുതുകയാണെങ്കിലും ആ ആധാരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് എപ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത്, വിലയുണ്ടാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ മേൽ മുദ്ര പതിക്കുമ്പോഴാണ്, ഇല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ മുദ്ര നമ്മളുടെ പിതാക്കന്മാരുടെ മേൽ പതിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് വെളിപ്പാടിനാൽ ലഭിച്ച വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ പിതാക്കന്മാരുടെ മേൽ ദൈവം തന്നെ മുദ്ര പതിപ്പിച്ചത്, അവരെ അപ്രൂവ് ചെയ്തത് കാണാത്ത കാര്യങ്ങളിൽ, അഥവാ കാണാൻ കഴിയാത്ത അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഉറപ്പ്, അഷ്വറൻസ്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം. ഇവിടെ ഈ കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പ് കൊണ്ടാണ്, അഥവാ കാണാത്ത കാര്യങ്ങളെ വെളിപ്പാടിനാൽ അറിഞ്ഞ് വിശ്വസിച്ചത് കൊണ്ടാണ് പൂർവന്മാർക്ക് ദൈവം അപ്രൂവൽ കൊടുത്തത് എന്നുള്ള ഈ വാക്യം മനസ്സിലാക്കാനായിട്ട് എബ്രായ ലേഖനകാരൻ അതിൻ്റെ 3-ാമത്തെ വാക്യം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ശരിക്കും സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വിവരണം തരാനല്ല ഇവിടെ ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് മനസ്സിലാക്കാനാണെന്നറിയാമോ? കാണുന്ന കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സൃഷ്ടി ചരിത്രം എബ്രായ ലേഖനകാരൻ ഇവിടെ വിശദമാക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, സൃഷ്ടിയെ വിവരിക്കാനല്ല, അതല്ല ഇവിടുത്തെ എംഫസിസ് എന്ന് പറയുന്നത്. ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയല്ല. കാര്യം അതിൻ്റെ കാര്യം പിന്നീട് പറയുന്നതേ ഇല്ല. പക്ഷേ ദൃശ്യലോകവും അദൃശ്യലോകവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. എന്ത്? നമ്മൾ വിശ്വാസത്താൽ അറിയുന്ന ഒരു കാര്യം, ഈ കാണുന്ന ലോകം, ദ സീൻ വേൾഡ്. രണ്ടാമത് കാണാത്ത കോസ്, അല്ലെങ്കിൽ കാണാത്ത കാരണം. കാണുന്ന ലോകവും കാണാത്ത കാരണവും. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the world was created, the seen world was created by the word of God, so that what is seen was made out of things which do not appear. കാണാൻ കഴിയാത്ത ഒരു കാരണമാണ് കാണുന്ന ലോകത്തെ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ വിശ്വാസത്താൽ അറിയാണ്. ഇവിടെ 2 വാക്കുകൾ കാണുന്നുണ്ട്. എന്ത്? കാണുന്ന ലോകവും കാണാൻ കഴിയാത്ത കാരണവും. സൃഷ്ടിയുടെ ലോകത്തേക്ക് എബ്രായ ലേഖനകാരൻ നമ്മളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. നമ്മളൊന്ന് നോക്കുക, ലോകത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിലെ മരങ്ങളും അതിലെ പൂവുകളും കായ്കളും അതിലെ നദികളും അതിലെ മലകളും അതിലെ ദ ഹോൾ എർത്ത്, ഭൂമി മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്? ഇതിൻ്റെ പിന്നിൽ എന്താണ്? ആ പിന്നിലുള്ളത്
എന്താണെന്ന് പറയുന്നിടത്താണ് വിശ്വാസം ആവശ്യമായി വരുന്നത്. ലോകത്തെ കാണാൻ നമുക്ക് വിശ്വാസം വേണ്ട, നമ്മുടെ കണ്ണുകൾ മതി. ബിക്കോസ് ഇത് കാണാൻ കഴിയുന്ന ലോകമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണെന്ന് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ അതിന് നമ്മുടെ കണ്ണുകൾ പോരാ. എന്ത് വേണം? വിശ്വാസം വേണം, ഫെയ്ത്ത് വേണം. എന്നാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം കാണാൻ കഴിയാത്തതാണ് ഇതിൻ്റെ പിന്നിൽ കാണുന്ന കാരണം. ഇവിടെയാണ് ശരിക്കും ശാസ്ത്രം വഴിമുട്ടുന്നത്. ശാസ്ത്രത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രം എപ്പോഴും കാണുന്ന കാര്യങ്ങളെ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ശാസ്ത്രം ലോകത്തെക്കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പിന്നിലെ കാരണത്തെക്കുറിച്ച് ഡീൽ ചെയ്യാൻ ശാസ്ത്രത്തിന് കഴിയാതെ ഇരിക്കുന്നതിൻ്റെ കാരണം അത് അൺസീനാണ് എന്നുള്ളതാണ്, അഥവാ അദൃശ്യമാണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്? അവിടെ വെളിച്ചമില്ല, അവിടെ കയറി ചെല്ലാൻ ശാസ്ത്രത്തിന് കഴിയില്ല, കാരണം അത് ദൃശ്യമല്ല. വാട്ട് വാസ് ബിഹൈൻഡ് മാറ്റർ, വാട്ട് വാസ് ബിഹൈൻഡ് എനർജി. നമ്മൾ ചിലപ്പം ഒരുപക്ഷെ ഇതൊരു ഒത്തിരി നിഗമനങ്ങൾ ശാസ്ത്രം പറയുമായിരിക്കും. എങ്ങനെ ഭൂമി ഉണ്ടായി, അല്ലെങ്കിൽ ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നു, വലിയൊരു ബിഗ് ബാങ് ഉണ്ടായി. പക്ഷെ ആ ബിഗ് ബാങ്ങിൻ്റെ പിന്നിലെ എനർജി എവിടെ നിന്നാണ് ഉണ്ടായത് അറിയത്തില്ല. കാര്യം കാണാൻ കഴിയാത്ത ഒരു ലോകത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് ശാസ്ത്രം വഴിമുട്ടി നിൽക്കുകയാണ്. ഇതൊരു വലിയ പ്രോബ്ലമാണ്. ആർക്ക്? നമുക്കല്ല. ഫെയ്ത്തിൻ്റെ ലോകത്തിലേക്ക് കയറാൻ കഴിയാത്തവർക്ക് അദൃശ്യ ലോകം ഇരുളാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം എഴുതിയ വ്യക്തി, അദ്ദേഹം എന്തെഴുതി? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്ത്? ഈ കാണുന്ന ലോകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ വചനം, ഇല്ലേ? ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താലേ അറിയാൻ പറ്റൂ, വേറെ ഒരു മാർഗവുമില്ല. അവിടെ സയൻസ് ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതിന് കാരണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് ഇക്വേഷൻസ് ഒന്നും നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് എങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ? വിശ്വാസത്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിശ്വാസത്താൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന അനേക യാഥാർത്ഥ്യങ്ങൾ ഭൂമിയിലുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതുന്ന വ്യക്തി എഴുതാൻ കാരണം എന്താ? എന്തുകൊണ്ട് അദ്ദേഹം അത് എഴുതാൻ കാരണം? എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു റീസണും പറയുന്നില്ല. എന്തെങ്കിലും യുക്തി പറയുന്നുണ്ടോ? ഇന്ന കാരണങ്ങളാൽ നമുക്ക് ദൈവമാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും എന്നാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനൊന്നും എഴുതിയിട്ടില്ല. ഇന്ന കാരണങ്ങളാൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നത് നോ, എനിക്കറിയാം. എന്തറിയാം? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതെങ്ങനെയാണ് നീ മനസ്സിലാക്കിയെന്ന് നമ്മൾ ചോദിക്കുകയാണെന്ന് വെച്ചോ. ഹൗ കം യു നോ ദാറ്റ്? നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആൾ നമ്മുടെ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ പത്രപ്രവർത്തകർ, ജേർണലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, പത്രപ്രവർത്തകർ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എഴുതിയ ആളെ ഒരു ഇൻ്റർവ്യൂ നടത്താനായിട്ടൊരു അവസരം കിട്ടുകയാണ്. നമ്മൾ അദ്ദേഹത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എഴുതിയല്ലോ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന്, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതെനിക്കറിയാം. അതിന് വല്ല തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാവുന്നത്? ആരെങ്കിലും സാക്ഷികൾ ആരെങ്കിലും വന്നോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? എനിക്ക് സാക്ഷികളുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അന്നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം നിങ്ങളവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനല്ലേ, പിന്നെ അതിനുശേഷമല്ലേ മനുഷ്യനൊക്കെ ഉണ്ട്? അതെ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വാസത്താൽ എന്ത് ചെയ്തു? സൃഷ്ടിയുടെ ആ ലോകത്തിലേക്ക് ദൈവം എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു എന്നതിന് സാക്ഷികളുണ്ട്, പക്ഷെ സൃഷ്ടിക്ക് എന്തില്ല? സാക്ഷികളില്ല. അത് ആരും കണ്ടിട്ടില്ലാത്ത കാര്യമാണെന്ന് മാത്രമല്ല, അത് കാണാൻ കഴിയാത്ത കാര്യവുമാണ്. കാരണം ചരിത്രത്തിനപ്പുറത്തുള്ളൊരു യാഥാർത്ഥ്യമാണിത്. എന്നാൽ വേദപുസ്തക എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? കാണാൻ കഴിയാത്ത ആ ലോകത്തിലേക്ക്, ചരിത്രത്തിനപ്പുറത്തേക്ക്, ചരിത്രത്തെ മറികടന്ന് വിശ്വാസത്തിൻ്റെ തേരിൽ കയറി ഞാൻ യാത്ര ചെയ്ത് അവിടെ ചെന്നു. ഈ മനുഷ്യനെ പരിശുദ്ധാത്മാവ് വേദപുസ്തകം എഴുതാനായിട്ട് പ്രേരിപ്പിച്ചപ്പോൾ ആത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവനെ ഫെയ്ത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിൻ്റെ തേരിലേറി എന്ന് പറയുന്നത്. അവൻ വിശ്വാസത്തിൻ്റെ തേരിൽ കയറി പരിശുദ്ധാത്മാവ് അവനെ എന്ത് ചെയ്യുകയാണ്? സൃഷ്ടിയുടെ ലോകത്തേക്ക്, ആ ചരിത്രത്തിനപ്പുറത്തെ ലോകത്തെ കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ അവൻ ഇത് കാണുകയാണ്. എന്ത് കാണുകയാണ്? ബൈ ഫെയ്ത്ത് ഹി ഈസ് സീയിങ്. എന്ത് കാണുന്നു? ദൈവം ഇറങ്ങി വരുന്നത് കാണുന്നു. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നത് അവൻ കേൾക്കുന്നു. ഇതൊക്കെ ദൃശ്യലോകത്ത് നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ സന്ദർഭത്തിലേക്ക് വേദപുസ്തക എഴുത്തുകാരൻ ആത്മാവിൽ യാത്ര ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഇത്ര ഉറപ്പോടെ അവൻ എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഒരു ഭയങ്കര നിശ്ചയമാണ്.
അവൻ എങ്ങനെയാണ് നിശ്ചയം? ബിക്കോസ് ഹി ഹാസ് സീൻ ഇറ്റ്. അവൻ പറയുന്നത് അവൻ കണ്ടെന്നാ പറയുന്നത്. ഐ ഹാവ് സീൻ ഇറ്റ്, ഞാനത് കണ്ടു, അതുകൊണ്ടാണ് ഉറപ്പ്, അല്ലാതെ നിഗമനമല്ല, അത് കണ്ടു. ആ കാലയളവിൽ വേദപുസ്തകം ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതായ കാലയളവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയെക്കുറിച്ച് എന്തെല്ലാം കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഇല്ലേ? എങ്ങനെയാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടെന്നുള്ളതിനെ കുറിച്ചുള്ള എത്രയോ പുരാണങ്ങളിൽ, നമ്മുടെ പുരാണങ്ങളിലെ ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ എന്തുണ്ട്, അതുപോലെയുള്ള ഒത്തിരി കഥകളുണ്ട്. ഇതുപോലെ ഈ വേദപുസ്തകം എഴുതപ്പെടുന്നതായ സാഹചര്യത്തിൽ ആ കാലയളവിൽ ബാബിലോണിയൻ സംസ്കാരത്തിലുണ്ട് അവരുടെ മിത്തുകൾ ഒത്തിരി ഉണ്ട്, അവരുടെ ഒത്തിരി ഇതിഹാസങ്ങളും മിത്തുകളും ഒക്കെ ഉണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിമ എലീഷ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിത്താണ്. ആ മിത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 തരത്തിലുള്ള ദൈവങ്ങളുണ്ട്, നല്ല ദൈവങ്ങളും മോശം ദൈവങ്ങളും. നല്ല ദൈവം എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ ദൈവമാണ് നല്ല ദൈവം. മോശം ദൈവം എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ദൈവമാണ് മോശം ദൈവം. അപ്പോൾ നല്ല ജലത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ ദൈവത്തിൻ്റെ പേര് ആപ്സു എന്നാണ്. അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ മോശം ദൈവത്തിൻ്റെ പേര് തിയാമത്ത് എന്നാണ്. ഒരിക്കൽ തിയാമത്ത് വന്നിട്ട് ഈ ആപ്സു നല്ല ദൈവമാണ്, ഈ ആപ്സുവിനെ നേരെ വന്നിട്ട് അങ്ങ് കൊന്നു കളഞ്ഞു.